Good morning students, welcome to the video. ഇനി നമുക്കൊരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കെ-മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പഠിക്കുന്നത്. ഇംപ്ലിമെന്റിംഗ് എ ബൂളിയൻ എക്സ്പ്രഷൻ ഓക്കെ ഓൺ എ കെ-മാപ്പ്. നമ്മളൊരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് കെ-മാപ്പിനകത്ത് ഈ ബൂളിയൻ എക്സ്പ്രഷൻ പ്ലോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടിയ ഈ ബൂളിയൻ എക്സ്പ്രഷനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ ബി ബാർ സി ബാർ പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബി സി. ശ്രദ്ധിക്കുക, കിട്ടിയിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. എ ബി ബാർ സി ബാർ പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബി സി. അതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിനകത്ത് എത്ര വേരിയബിൾ ഉണ്ട്? ആദ്യം നോക്കേണ്ടത് എത്ര വേരിയബിൾ ഉണ്ട്. 3 വേരിയബിൾ. ഏതൊക്കെയാണ്? എ ബി സി. So this is a 3 variable expression. 3 variable ആണ്. So this is a 3 variable Boolean expression. So we have to plot a 3 variable K-map format here. Okay. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് 3 വേരിയബിൾ ആണ് ഉള്ളത്. എ ബി സി. 3 വേരിയബിൾ എയും ബിയും സിയും. അപ്പോൾ നമ്മള് ഈ കിട്ടിയ എക്സ്പ്രഷൻ ഒരു കെ-മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ, കേർണൽ മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കെ-മാപ്പ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കേർണൽ മാപ്പ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കെ-മാപ്പ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഫോമാറ്റ് നമ്മൾ വരയ്ക്കുന്നത്? നമ്മൾ 3 ഫോമാറ്റ് പഠിച്ചു. 2 വേരിയബിളിന്റെ പഠിച്ചു, 3 വേരിയബിളിന്റെ പഠിച്ചു, 4 വേരിയബിളിന്റെ പഠിച്ചു. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് എത്ര വേരിയബിൾ ഉണ്ട്? 3 വേരിയബിൾ. ഏതൊക്കെയാണ്? എ ബി സി. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കെ-മാപ്പിന്റെ ഫോമാറ്റ് ഏതിന്റെ വേണം? 2 വേരിയബിളിന്റെ വരച്ചാൽ മതിയോ? നോ, കാരണം ഇവിടെ 3 വേരിയബിളാ ഉള്ളത്. 4 വേരിയബിളിന്റെ പറ്റുമോ? ഇല്ല, കാരണം 3 വേരിയബിളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട ഏതാണ്? 3 വേരിയബിൾ കെ-മാപ്പ് ഫോമാറ്റ് വരയ്ക്കുക. A bar, B bar, A bar B, A B, A B bar, ഇവിടെ C bar C. ഇതാണ് 3 വേരിയബിൾ ഫോമാറ്റ്. 3 വേരിയബിൾ കെ-മാപ്പിന്റെ ഫോമാറ്റ് ഇതാണ്. ഇത് നമുക്ക് അറിയാം. നമ്മള് 2-3 പ്രാവശ്യം പഠിക്കണം, വരച്ച് പഠിക്കണം. 2 വേരിയബിൾ കെ-മാപ്പിന്റെ ഫോമാറ്റും 3 വേരിയബിൾ കെ-മാപ്പിന്റെ ഫോമാറ്റും വരച്ചു പഠിക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ആഴ്ചയിൽ മൺഡേയും ട്യൂസ്ഡേയും നിങ്ങളുടെ വൈവ കഴിഞ്ഞതിന് ശേഷം ബുധനാഴ്ചകളും ഞാൻ കെ-മാപ്പിന്റെ ഒരു ലൈവ് ക്ലാസ് എടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 3 വേരിയബിൾ കെ-മാപ്പ് ഫോമാറ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് ഈ ബൂളിയൻ എക്സ്പ്രഷനകത്ത് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ടൈം നോക്കുക. എ ബി ബാർ സി ബാർ. ഈ ടൈം നോക്കുക. അപ്പോൾ ആദ്യത്തെ ടൈം എ ബി ബാർ സി ബാർ. എ ബി ബാർ സി ബാർ. ഇത് ഏത് സെല്ലിലാണ് വരുന്നത്? ഈ ടൈം വരുന്ന ഏത് സെല്ലിലാണ്? എ ബി ബാർ സി ബാർ വരുന്ന ഏത് സെല്ലിലാണ്? എ ബി ബാർ എവിടെ ഉള്ളത്? ഇവിടെയാണ് എ ബി ബാർ ഉള്ളത്. ഓക്കെ, നമുക്ക് വേണ്ടത് എ ബി ബാർ സി ബാർ ആണ്. ഓക്കെ, സി ബാർ ഇതാണ് ഇവിടെയാ ഉള്ളത്, എ ബി ബാർ ഇവിടെയാ ഉള്ളത്. അപ്പോൾ ഈ സെല്ലിനകത്ത് വരുന്ന വേരിയബിൾ എന്തായിരിക്കും? എ ബി ബാർ സി ബാർ. അതെങ്ങനെയാ കിട്ടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഓരോ സെല്ലിനകത്തും വരുന്ന വേരിയബിൾ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ മുകളിലുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നത് എ ബി ബാർ സി ബാർ ആണ്. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷനകത്തെ ആദ്യത്തെ ടൈം ഏതാണ്? എ ബി ബാർ സി ബാർ. അത് ഏത് സെല്ലിലായിരിക്കും വരുന്നത്? ഈ സെല്ലിൽ. അപ്പോൾ ഈ എക്സ്പ്രഷൻ, ഈ പ്രോഡക്റ്റ് ഫോം, ഈ കെ-മാപ്പ് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് സെല്ലിൽ 1 പ്ലോട്ട് ചെയ്യണം.
കറസ്പോണ്ടിങ് സെല്ലിൽ 1 പ്ലോട്ട് ചെയ്യുക. 1 പ്ലോട്ട് ചെയ്തു. എ ബി ബാർ സി ബാർ എന്ന എക്സ്പ്രഷൻ വരുന്നത് ഈ സെല്ലിലാണ്. അവിടെ 1 പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഈ കെ മാപ്പിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എക്സ്പ്രഷൻ വരുന്ന സെല്ലിൽ 1 പ്ലോട്ട് ചെയ്തു. അടുത്ത എക്സ്പ്രഷൻ ഏതാ? എ ബാർ ബി സി ബാർ. അത് ഏത് സെല്ലിലാണ് വരുന്നത്? അത് ഏത് സെല്ലിൽ വരുന്ന നോക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എ ബാർ ബി എവിടെ വരുന്നേ? എ ബാർ ബി ഇവിടെ വരും. പിന്നെ സി ബാർ എവിടെ വരുന്നത്? സി ബാർ ഇവിടെ വരും. അപ്പോൾ ഈ സെല്ലിലായിരിക്കും ഇത് വരുന്നത്. ആ സെല്ലിൽ വരുന്ന അറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലുള്ളതിനെ മുകളിലുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡിലുള്ളത് എ ബാർ ബി, മുകളിലുള്ളത് സി ബാർ. അത് ഈ സെല്ലിൽ വരും. അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് എ ബാർ ബി സി ബാർ എവിടെ വരും? ഈ സെല്ലിൽ വരും. അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഏത് സെല്ലിൽ വരുമോ ആ സെല്ലിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? 1 പ്ലോട്ട് ചെയ്യണം. 1 പ്ലോട്ട് ചെയ്യണം. ഇനി ലാസ്റ്റ് എ ബി സി. അപ്പോൾ അത് ഇവിടെ വരുമെന്ന് അറിയാൻ വേണ്ടി ആദ്യത്തെ നോക്ക് എ ബി ഇവിടെ ഉണ്ട്. പിന്നുള്ളത് സി താഴെ കിടക്കുന്നു. അപ്പോൾ ഈ സെല്ലിലായിരിക്കും എ ബി സി വരുന്നത്. അതറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലുള്ളതിനെ മുകളിലുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡിലുള്ളത് എ ബി, മുകളിലുള്ളത് സി. അപ്പോൾ എ ബി ഇൻറ്റു സി, എ ബി സി ഇവിടെ വരും. അപ്പോൾ എ ബി സി ഈ സെല്ലിലാണ് വരുന്നത്. എ ബി സി. അപ്പോൾ എ ബി സി ഈ സെല്ലിൽ വരുന്നതുകൊണ്ട് അതിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1 ഇവിടെ പ്ലോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ ഈ കെ മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിള് എ ബാർ ബി ബാർ എ ബി ബാർ എ ബി. ഓക്കെ, അടുത്ത പ്ലോട്ട് ചെയ്യേണ്ട എക്സ്പ്രഷൻ എ ബാർ ബി ബാർ പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി. ഈ ബൂളിയൻ എക്സ്പ്രഷൻ ആണ് നമുക്ക് അടുത്തതായിട്ട് കെ മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇതൊരു 2 വേരിയബിൾ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് കെ മാപ്പ് വരയ്ക്കേണ്ടത്? 2 വേരിയബിളിന്റെ ആണോ, 3 വേരിയബിളിന്റെ ആണോ, 4 വേരിയബിളിന്റെ ആണോ? ഇപ്പോൾ 2 വേരിയബിളുള്ള എക്സ്പ്രഷൻ വന്നാൽ നമ്മൾ വരയ്ക്കേണ്ടത് 2 വേരിയബിൾ കെ മാപ്പ് ഫോർമാറ്റ് ആണ്. 2 വേരിയബിൾ വരുമ്പോൾ എത്ര സെല്ല് വരും? 2 വേരിയബിൾ വരുമ്പോൾ എത്ര സെല്ല് വരും? 2⁻², 4 സെൽസ്. അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: എ ബാർ എ, ബി ബാർ ബി. ഇനി എക്സ്പ്രഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആദ്യത്തെ എക്സ്പ്രഷൻ നോക്കുക. എ ബാർ ബി ബാർ അതെവിടെ വരും? അത് ഈ സെല്ലിൽ വരും. കാരണം ഈ സെല്ലിൽ എന്ത് വരും എന്ന് അറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലുള്ളതിനെ മുകളിലുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ളത് എ ബാർ, മുകളിലുള്ളത് ബി ബാർ, മുകളിലുള്ളത് ബി ബാർ. അപ്പോൾ എ ബാർ ബി ബാർ ഇവിടെ വരും. ഇനി എ ബാർ ബി ബാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക?
എ ബാർ ബി ബാർ വരുന്ന ഈ സെല്ലിൽ 1 പ്ലോട്ട് ചെയ്യുക. ഇനി എ ബി ബാർ എവിടെ വരും? എ ഇവിടെ, ബി ബാർ ഇവിടെ. അപ്പോൾ എ ബി ബാർ എവിടെ വരും? ഇവിടെ വരും. അറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലുള്ളതിനെ മുകളിലുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ബി ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി ബാർ ഇവിടെ വരും. അപ്പോൾ എ ബി ബാർ ഈ സെല്ലിലാണ് വരുന്നത്. അപ്പോൾ എ ബി ബാർ കെ മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അത് വരുന്ന ഈ സെല്ലിൽ 1 പ്ലോട്ട് ചെയ്യുക. 1 പ്ലോട്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് എ ബി. എ ഇവിടെ, ബി ഇവിടെ. അപ്പോൾ ഈ സെല്ലിലായിരിക്കും എ ബി വരുന്നത്. എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ള എയെ മുകളിലുള്ള ബിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ സെല്ലിൽ എന്ത് വരുമെന്ന് അറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലുള്ളതിനെ മുകളിലുള്ളതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ളത് എ, മുകളിലുള്ളത് ബി. അപ്പോൾ ഈ സെല്ലിൽ എ ബി വരും. അപ്പോൾ എ ബിയെ സെല്ലിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ സെല്ലിൽ 1 പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നാൽ അത് കെ മാപ്പിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 വേരിയബിളുള്ള എക്സ്പ്രഷൻ ആണ്. ഫോർ വേരിയബിൾ എക്സ്പ്രഷൻ ആണ് അത്. എ ബി ബാർ, സി ഡി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ പ്ലസ് എ ബി ബാർ സി ബാർ ഡി പ്ലസ് എ ബി സി. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 4 വേരിയബിൾ ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. അതിനെ കെ മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 വേരിയബിളിന്റെ കെ മാപ്പ് വരയ്ക്കണം. 4 വേരിയബിൾ വരുമ്പോൾ എത്ര സെൽസ് വരും? 2⁴ 16 സെൽസ് വരും. നമുക്ക് 4 വേരിയബിൾ കെ മാപ്പ് അറിയാം. A bar B bar, A bar B, A B, A B bar, C bar D bar, Z bar, D, ZD, ZD bar. Okay. അപ്പോൾ ഇതാണ് 4 വേരിയബിളിന്റെ ഫോമാറ്റ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷനകത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നോക്കുക. ആദ്യത്തെ ടൈം വരുന്ന ഏതാണ്? എ ബി ബാർ സി ഡി ബാർ. എ ബി ബാർ സി ഡി ബാർ അതെവിടെ വരും അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? എ ബി ബാർ എവിടെ വരുന്നത്? എ ബി ബാർ ഇവിടെ. ഓക്കെ, സി ഡി ബാർ എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഇതിനകത്തായിരിക്കും എ ബി ബാർ സി ഡി ബാർ വരുന്നത്. അതറിയണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ മുകളിലുള്ളതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ളത് എ ബി ബാർ, മുകളിലുള്ളത് സി ഡി ബാർ. അപ്പോൾ ഈ സെല്ലിനകത്ത് വരുന്നത് എ ബി ബാർ സി ഡി ബാർ. അപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ എ ബി ബാർ സി ഡി ബാർ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സ്പ്രഷൻ വരുന്ന കോളത്തിനകത്ത് 1 പ്ലോട്ട് ചെയ്യുക. 1 പ്ലോട്ട് ചെയ്തു. അടുത്ത എക്സ്പ്രഷൻ എ ബാർ ബി ബാർ
സി ഡി ബാർ. എ ബാർ ബി ബാർ സി ഡി ബാർ ഇതിനകത്ത് ഏത് സെല്ലിനകത്താണ് വരുന്നത്? എ ബാർ ബി ബാർ ഇവിടെ, സി ഡി ബാർ ഇവിടെ വരും. അപ്പോൾ ഈ സെല്ലിനകത്തായിരിക്കും എ ബാർ ബി ബാർ സി ഡി ബാർ വരുന്നത്. അതെങ്ങനെ അറിയും? ഈ സെല്ലിൽ വരുന്നത് അറിയാൻ ലെഫ്റ്റ് സൈഡിലുള്ള എ ബാർ ബി ബാറിനെ സി ഡി ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? എ ബാർ ബി ബാർ സി ഡി ബാർ കിട്ടും. അപ്പോൾ എ ബാർ ബി ബാർ സി ഡി ബാർ എന്നുള്ള എക്സ്പ്രഷൻ വരുന്നത് ഈ സെല്ലിനകത്താണ്. അവിടെ എന്ത് പ്ലോട്ട് ചെയ്യണം? 1. ഇനി മൂന്നാമത്തെ എക്സ്പ്രഷൻ ഏതാണ്? എ ബി ബാർ സി ബാർ ഡി. ഓക്കെ, അത് വരുന്നത് ഏത് കോളത്തിലായിരിക്കും? എ ബി ബാർ ഇവിടെയുണ്ട്, സി ബാർ ഡി ഇവിടെയുണ്ട്. അപ്പോൾ ഈ കോളത്തിലാണ് എ ബി ബാർ സി ബാർ ഡി വരുന്നത്. കാരണം അതറിയണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള എ ബി ബാറിന് മുകളിലുള്ള സി ബാർ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കോളത്തിൽ എ ബി ബാർ സി ഡി കിട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എ ബി ബാർ സി ബാർ ഡി വരുന്ന ഈ കോളത്തിൽ 1 പ്ലോട്ട് ചെയ്യും. ലാസ്റ്റ് എ ബി സി ഡി. എ ബി സി ഡി എവിടെ വരുന്നത്? എ ബി ഇവിടെയുണ്ട്, സി ഡി ഇവിടെയുണ്ട്. അപ്പോൾ ഈ കോളത്തിലായിരിക്കും എ ബി സി ഡി വരുന്നത്. കാരണം ലെഫ്റ്റ് സൈഡ് എ ബി, മുകളിൽ സി ഡി. അപ്പോൾ ഈ കോളത്തിൽ എ ബി സി ഡി വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എ ബി സി ഡി വരുന്ന ഈ സെല്ലിനകത്ത് നമ്മൾ 1 പ്ലോട്ട് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഒരു കെ മാപ്പിനകത്ത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ.